ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു രസം വയ്ക്കാം. രസം വയ്ക്കാൻ എന്തൊക്കെയാണെന്ന് രസം തന്നെയല്ല, നമുക്കൊരു ചെറിയ വാഴയ്ക്കാത്തോരനും പിന്നെ ഇച്ചിരി ചമ്മന്തിയും കൂടെ വൈകിട്ടത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് രസത്തിന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇതാ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ഉണ്ട കഷ്ണം പുളി. ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് അതിനകത്തോട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ കടുക് ഇട്ടായിരുന്നു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് സവാള, കടുക് കാണാൻ പറ്റുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. തക്കാളിക്ക് ഇടുന്ന എന്തിനാണെന്നറിയാലോ, നമുക്ക് പിഴുപുളി ഉണ്ടെങ്കിൽ ഒരു ഇത് വേണ്ടേ. പിന്നെ വെളുത്തുള്ളി, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കറിവേപ്പില വീണിട്ടുണ്ട്. പച്ചമുളകും കൂടെ നമുക്കിടാം. പച്ചമുളക് ഇട്ടാൽ, കാരണം ഞാൻ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്, പക്ഷെ അത് അതിനകത്ത് വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശകലം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കറിവേപ്പില അതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടാത്തത് കൊണ്ടാണ് ഞാൻ ആ സൈഡിൽ വെച്ചത്. നമുക്കത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതാ പുളി ഇരിപ്പുണ്ട് അവിടെ. ആ ഉണ്ടപ്പുളി ഉണ്ടല്ലോ, ആ ഉണ്ടപ്പുളി നമുക്കൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നല്ലോണം ഞവിടി അതിൻ്റെ പുളിച്ചാറ് ഇറക്കിയെടുക്കാം. ഇത് നമുക്ക് ഇതായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ അതേണ്ട അതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ശകലം മല്ലിപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, ഒരു ലേശം മുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വഴന്ന് വരട്ടെ. രസം പല രീതിയിൽ ഓരോരുത്തരുണ്ടാക്കും. മുതിര കൊണ്ടുണ്ടാക്കും, പിന്നെ നമ്മൾ സാധാ രീതിയിൽ രസം ഉണ്ടാക്കുന്നവരുണ്ടാകും. പയറിൻ്റെ ചാറ് കൊണ്ട് രസം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ അറിയത്തുള്ളൂ. ഇത് അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ആ പുളിച്ചാറ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൂട്ടാം. ഇളക്കി കൂട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമെന്ന് പറഞ്ഞാൽ പുളിച്ചാറും ആ വെള്ളവും കൂടെ ഇച്ചിരി നീട്ടി വെക്കണേ. രസം ഇപ്പം നീട്ടിയല്ലേ വെക്കുന്നത്. നമുക്കത് ഇളക്കി കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റില്ല ഉണ്ടാക്കിയെടുക്കുന്നത്. രസം ഒരുമാതിരി ആയിട്ടുണ്ട്, നല്ലോണം തിളച്ച് വരും. പിന്നെ കുറച്ച് വാഴയ്ക്ക ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു തോരൻ വയ്ക്കാം. ഞാനത് ഈ കാര്യം പറയുന്ന കൂട്ടത്തിൽ അത് തോരൻ വെച്ച് പോയി, അതുകൊണ്ടാണ് അതിൻ്റെ ഇതൊന്നും കാണിക്കാഞ്ഞത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, തേങ്ങ, വെളുത്തുള്ളി, ജീരകം ഒക്കെ ചതച്ച് വാഴയ്ക്ക കടുക് പൊട്ടിച്ചിട്ടാണ് അതൊന്ന് ചിക്കി എടുക്കുക. അല്ലാതെ വെള്ളം വെച്ചൊന്നും വേവിക്കുകയല്ല. കുറേശ്ശെ ആവി കയറ്റി എടുക്കുകയാണ്. ഇല്ലെങ്കിൽ അതൊന്ന് കുഴഞ്ഞു പോകും. എന്നിട്ട് തന്നെ ഒരു കുഴച്ചിലുണ്ട്. അതൊന്ന് അടന്ന് കിട്ടാനായിട്ട് ഇളക്കിയിടാം നമുക്ക്. നല്ല എരിവാണ്. ഞാനൊരു കാന്താരി മുളക് കൂടെ അതിനോട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ചമ്മന്തി, ഇഞ്ചി, പുളി, ഇച്ചിരി മുളക് പൊടി, സവാള. ഉച്ചുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്തത്. മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കഴിച്ച് നോക്കി. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ബൈ ബൈ.